ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധീൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പ്രത്യാശയുടെ ഈസ്റ്റർ ആഘോഷിച്ച് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ സമൂഹം ആശംസകൾ നേർന്ന് രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സൗദി അറേബ്യ സന്ദർശനത്തിന് മറ്റന്നാൾ തുടക്കമാകും. പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദ് അക്രമത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട് ഗവർണർ സിവി ആനന്ദ ബോസ് കേന്ദ്രത്തിന് സമർപ്പിക്കും. കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെന്ന് മുഖ്യമന്ത്രി മമതാ ബാനർജി. കേരള സർക്കാരിന്റെ 4ാം വാർഷികാഘോഷം നാളെ കാസർഗോഡ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെയും മുംബൈ ഇന്ത്യൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെയും നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 22, 23 തീയതികളിൽ സൗദി അറേബ്യ സന്ദർശിക്കും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ഇതോടെ കൂടുതൽ ശക്തമാകുമെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി പറഞ്ഞു. പശ്ചിമേഷ്യയിലെ വിഷയങ്ങൾ, ഇന്ത്യ ഗൾഫ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി, സമുദ്ര സുരക്ഷ തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3ാമത്തെ സൗദി സന്ദർശനമാണിത്. നാളെ രാത്രി ഡൽഹിയിൽ നിന്ന് പുറപ്പെടുന്ന പ്രധാനമന്ത്രി മറ്റന്നാൾ പുലർച്ചെ ജിദ്ദയിലെത്തും. ജിദ്ദയിൽ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനുമായി ചേർന്ന് തന്ത്രപ്രധാന പങ്കാളിത്ത കൌൺസിൽ യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും. പ്രധാനമന്ത്രിയുടെ സൗദി അറേബ്യ സന്ദർശന വേളയിൽ റഷ്യ യുക്രൈൻ സംഘർഷം ചർച്ചയാകുമെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി. ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്നതാണ് ഇന്ത്യൻ നിലപാട്. ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോഓപ്പറേഷൻ വേദി ദുരുപയോഗം ചെയ്യുന്ന പാകിസ്ഥാൻ നടപടിയെ അദ്ദേഹം വിമർശിച്ചു. പാകിസ്ഥാന്റെ ശീലമാണിതെന്നും OICയിലെ സൌഹൃദ രാജ്യങ്ങളുമായി ഇന്ത്യ ഇത് സംബന്ധിച്ച അഭിപ്രായങ്ങൾ കൈമാറുമെന്നും വിദേശകാര്യ സെക്രട്ടറി പറഞ്ഞു. പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദിലെ വർഗീയ അക്രമ സംഭവത്തെക്കുറിച്ച് മുഖ്യമന്ത്രി മമതാ ബാനർജി അറിയിക്കുമെന്നും അവിടുത്തെ അടിസ്ഥാന സാഹചര്യങ്ങളെക്കുറിച്ചുള്ള തന്റെ കണ്ടെത്തലുകൾ കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കുമെന്നും ഗവർണർ സിവി ആനന്ദ ബോസ് പറഞ്ഞു. മുർഷിദാബാദ് ജില്ലയിലെ പ്രശ്നബാധിത പ്രദേശങ്ങളിലെ സന്ദർശനം പൂർത്തിയാക്കി കൊൽക്കത്തയിലേക്ക് മടങ്ങവെ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങളെ സംരക്ഷിക്കേണ്ടത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഉത്തരവാദിത്തമാണെന്നും ഗവർണർ കൂട്ടിച്ചേർത്തു. പശ്ചിമബംഗാളിൽ വഖഫ് ഭേദഗതി നിയമത്തിനെതിരായ പ്രതിഷേധത്തിനിടെയുണ്ടായ അക്രമങ്ങളുടെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി മമതാ ബാനർജി സംസ്ഥാനത്തെ ജനങ്ങളോട് സമാധാനവും സമഗ്രതയും നിലനിർത്താൻ അഭ്യർത്ഥിച്ചു. പ്രതിപക്ഷ പാർട്ടികൾ സംസ്ഥാനത്ത് കലാപം സൃഷ്ടിക്കാനുള്ള ശ്രമം നടത്തുകയാണെന്ന് പൊതുജനങ്ങൾക്കുള്ള തുറന്ന കത്തിൽ അവർ ആരോപിച്ചു. അക്രമ സംഭവങ്ങളിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ കർശന ശിക്ഷ ഉറപ്പാക്കുമെന്നും മുഖ്യമന്ത്രി മുന്നറിയിപ്പ് നൽകി. സുപ്രീംകോടതി വിധിക്കെതിരെ രൂക്ഷ പരാമർശങ്ങൾ ഉന്നയിച്ച BJP എംപിമാരായ നിഷികാന്ത് ദുബെയെയും ദിനേശ് ശർമ്മയെയും തള്ളി പാർട്ടി നേതൃത്വം. ദുബെയുടെ പ്രസ്താവനയോട് പാർട്ടിക്ക് ബന്ധമില്ലെന്ന് BJP അധ്യക്ഷൻ JP നഡ്ഡ പറഞ്ഞു. ഇതിനു പിന്നാലെ നേതാക്കൾക്ക് പാർട്ടി താക്കീത് നൽകി. ഭാരതീയ ജനതാ പാർട്ടി എപ്പോഴും നിയമവ്യവസ്ഥയെ ബഹുമാനിക്കുന്നുവെന്നും കോടതിയുടെ ഉത്തരവുകളും നിർദ്ദേശങ്ങളും സന്തോഷത്തോടെ സ്വീകരിച്ചിട്ടുണ്ടെന്നും ശ്രീ നഡ്ഡ കൂട്ടിച്ചേർത്തു. വഖഫ് ഭേദഗതി നിയമത്തിന്റെ ഗുണങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനായി BJP ഇന്നു മുതൽ വഖഫ് സുധാർ ജൻ ജാഗ്രൻ അഭിയാൻ എന്ന പേരിൽ രാജ്യവ്യാപക ക്യാമ്പയിൻ ആരംഭിക്കുന്നു. അടുത്ത മാസം 5 വരെ ക്യാമ്പയിൻ തുടരും. ക്യാമ്പയിന്റെ ഭാഗമായി BJP നേതാക്കളും പ്രവർത്തകരും നിയമ ഭേദഗതിയുടെ ഗുണങ്ങൾ സംബന്ധിച്ച ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കും. 17ാമത് സിവിൽ സർവീസസ് ദിനത്തോടനുബന്ധിച്ച് നാളെ ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ അഭിസംബോധന ചെയ്യും. പൊതുഭരണ രംഗത്തെ മികവിനുള്ള പുരസ്കാരങ്ങളും ശ്രീ മോദി സമ്മാനിക്കും. ഈ വർഷം ജില്ലകളുടെ സമഗ്ര വികസനം, ആസ്പിറേഷണൽ ബ്ലോക്ക് പദ്ധതി, നവീകരണം എന്നീ വിഭാഗങ്ങളിലായി 16 അവാർഡുകൾ സിവിൽ സർവീസുകാർക്ക് പ്രധാനമന്ത്രി സമ്മാനിക്കും. US വൈസ് പ്രസിഡന്റ് JD വാൻസ് 4 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി നാളെ ഇന്ത്യയിലെത്തും. വാൻസിന്റെ ആദ്യ ഇന്ത്യ സന്ദർശനമാണിതെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നാളെ അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ജയ്പൂരും ആഗ്രയും സന്ദർശിക്കുന്ന വൈസ് പ്രസിഡന്റും സംഘവും ഡൽഹിയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. ഈസ്റ്റർ ദിനത്തിൽ ആശംസകൾ നേർന്ന് രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. ഈ ആഘോഷം പുത്തൻ പ്രതീക്ഷയുടെയും തുടക്കങ്ങളുടെയും ചൈതന്യത്തെ പ്രചോദിപ്പിക്കുന്നുവെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു പറഞ്ഞു. യേശുക്രിസ്തുവിന്റെ തത്വങ്ങൾ മനുഷ്യരാശിയെ സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും പാത പിന്തുടരാൻ പ്രചോദിപ്പിക്കുന്നുവെന്ന് രാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു.
യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിലൂടെ പ്രത്യാശയെ പ്രതീകപ്പെടുത്തുന്നതാണ് ഈസ്റ്റർ എന്ന് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ സന്ദേശത്തിൽ പറഞ്ഞു. ലോകമെമ്പാടും അതിയായ ആവേശത്തോടെ ജൂബിലി വർഷം ആചരിക്കുന്നതിനാൽ ഇത്തവണത്തെ ഈസ്റ്റർ സവിശേഷമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും വിജയം പ്രഖ്യാപിക്കുന്ന ഉയർപ്പിന്റെ പ്രത്യാശയിൽ ലോകമെങ്ങുമുള്ള ക്രൈസ്തവർ ഇന്ന് ഈസ്റ്റർ ആഘോഷിക്കുന്നു. വിശദാംശങ്ങളിലേക്ക്. കേരളത്തിലെ ക്രൈസ്തവ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും ശുശ്രൂഷയും നടന്നു. ഈസ്റ്റർ ദിനത്തിൽ തൃശൂരിലെ പുത്തൻപള്ളി, ഒല്ലൂർ പള്ളി എന്നിവിടങ്ങളിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി സന്ദർശനം നടത്തി. തൃശൂർ അതിരൂപത ബിഷപ്പ് ഹൌസിലെത്തിയ സുരേഷ് ഗോപിയെ ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് സ്വീകരിച്ചു. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ജനങ്ങൾക്ക് ഈസ്റ്റർ ആശംസകൾ നേർന്നു. പ്രത്യാശയുടെ വിജയം ആഘോഷിക്കുന്ന ഈസ്റ്റർ സ്നേഹത്തോടും ദയയോടും കൂടി മനുഷ്യരാശിയെ സേവിക്കാൻ നമ്മെ പ്രചോദിപ്പിക്കട്ടെ എന്ന് അദ്ദേഹം ആശംസിച്ചു. ഈസ്റ്റർ ദിനത്തിൽ കർദിനാൾ മാർ ആലഞ്ചേരിയെ സന്ദർശിച്ച് ബിജെപി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ആശംസകൾ നേർന്നു. സംസ്ഥാനത്തെ ദേവാലയങ്ങളിൽ ഉയിർപ്പിന്റെ അനുസ്മരണവുമായി യേശുവിന്റെ രൂപവും വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണത്തിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കേരള സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി 4 മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ മേഖലാ അവലോകന യോഗം നടക്കും. ജില്ലാതല യോഗങ്ങൾക്ക് പുറമെയാണിത്. നാളെ കാസർഗോഡാണ് വാർഷികാഘോഷത്തിന്റെ തുടക്കം. മെയ് 30 വരെ വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത്. ലഹരിക്കെതിരെ കേരള സർക്കാർ കർക്കശമായ നിലപാടുമായി മുന്നോട്ടു പോകുമെന്ന് മന്ത്രി എം പി രാജേഷ്. പോലീസും എക്സൈസും യുദ്ധസന്നാഹത്തോടെയാണ് ലഹരിക്കെതിരെ പ്രവർത്തിക്കുന്നത്. പ്രശസ്തരാണെന്നുള്ള പ്രത്യേക പരിഗണനകളൊന്നും ഉണ്ടാവില്ലെന്നും ലഹരി ഉപയോഗത്തിനെതിരെ സമൂഹത്തെ അണിനിരത്തുമെന്നും ശ്രീ രാജേഷ് പറഞ്ഞു. ഇപ്പോൾ ലഹരിക്കെതിരായി പോലീസും എക്സൈസും യുദ്ധസന്നാഹത്തോടുകൂടി തന്നെയാണ് ലഹരിയെ നേരിടുന്നതും അടിച്ചമർത്തുന്നതും. അതിൽ ഏതെങ്കിലും ഒരു മേഖലയ്ക്ക് പ്രത്യേക പരിഗണനയോ ഇളവോ ഇല്ല എന്ന കാര്യം പലതവണ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ലഹരിയിൽ നിന്ന് പൂർണ്ണമായും നാടിനെ മോചിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം. സിനിമാ മേഖലയെന്നോ സെലിബ്രിറ്റി എന്നോ ഉള്ള പരിഗണനയും ഉണ്ടാവില്ല. ഇതിനെ ഒരു സാമൂഹിക വിപത്തായിട്ടാണ് കാണുന്നത്. ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ കർക്കശമായി കൈകാര്യം ചെയ്യും. അതേസമയം ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് ഇന്നലെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടയച്ച നടൻ ഷൈൻ ടോം ചാക്കോയെ നാളെ വീണ്ടും ചോദ്യം ചെയ്യും. എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ഹാജരായ ഷൈനിനെ 3 മണിക്കൂറിലേറെ ചോദ്യം ചെയ്തതിനു ശേഷമാണ് അറസ്റ്റ് ചെയ്തത്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം ജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു. IPL 2020 ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സ് ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. മത്സരം ഉച്ചകഴിഞ്ഞ് 3:30 ചണ്ഡീഗഡിലെ മഹാരാജ യാദവീന്ദ്ര സിംഗ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ആരംഭിക്കും. മറ്റൊരു മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. ഡൽഹിയിലെ മുസ്തഫാബാദിൽ ഇന്നലെ 4 നില കെട്ടിടം തകർന്നുണ്ടായ അപകടത്തെ തുടർന്ന് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. ഇതുവരെ 11 പേർക്ക് ജീവൻ നഷ്ടമായതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു. രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത എന്നിവർ സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തി. മരിച്ചവരുടെ അടുത്ത ബന്ധുക്കൾക്ക് പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപ വീതവും പരിക്കേറ്റവർക്ക് 50,000 രൂപ വീതവും ധനസഹായം നൽകും. ജമ്മുകാശ്മീരിലെ റംബാൻ ജില്ലയിൽ കനത്ത ആലിപ്പുഴ വീഴ്ചയിലും ശക്തമായ കാറ്റിലും 3 പേർ മരിച്ചു. 100-ലധികം പേരെ രക്ഷപ്പെടുത്തി. തുടർച്ചയായ മഴയിലും മണ്ണിടിച്ചിലും മേഖലയിൽ നിരവധി നാശനഷ്ടങ്ങളുമുണ്ടായി. കുനോ ദേശീയോദ്യാനത്തിലെ 2 ചീറ്റകളെ ഇന്ന് മധ്യപ്രദേശിലെ മൻസൌർ ജില്ലയിലെ ഗാന്ധി സാഗർ വന്യജീവി സങ്കേതത്തിലേക്ക് മാറ്റും. ചീറ്റ സ്റ്റിയറിംഗ് കമ്മിറ്റിയും ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയെ തുടർന്നാണ് ചീറ്റകളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള തീരുമാനം മുഖ്യമന്ത്രി മോഹൻ യാദവ് അറിയിച്ചത്. ഇലക്ട്രിക് വാഹനങ്ങളുടെ നികുതിയിൽ 5% ഇളവ് പ്രഖ്യാപിച്ച് ഗുജറാത്ത് സർക്കാർ നിരക്ക് 6% നിന്ന് 1% കുറച്ചു. അടുത്ത വർഷം മാർച്ച് 31 വരെ തീരുമാനത്തിന് സാധ്യതയുണ്ടാകും. ബംഗ്ലാദേശിൽ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന, മുൻ റോഡ് ഗതാഗത മന്ത്രിയും അവാമി ലീഗ് ജനറൽ സെക്രട്ടറിയുമായ ഒബൈദുൽ ഖാദർ എന്നിവരുൾപ്പെടെ 12 പേർക്കെതിരെ റെഡ് നോട്ടീസ് പുറപ്പെടുവിക്കണമെന്ന് നാഷണൽ സെൻട്രൽ ബ്യൂറോ ഇന്റർപോളിനോട് ആവശ്യപ്പെട്ടു. കോടതികളിൽ നിന്നും പബ്ലിക് പ്രോസിക്യൂട്ടർമാരിൽ നിന്നും അന്വേഷണ ഏജൻസികളിൽ നിന്നും ലഭിച്ച അപ്പീലുകളുടെ അടിസ്ഥാനത്തിലാണിതെന്ന് ബംഗ്ലാദേശ് പോലീസ് ആസ്ഥാനം സ്ഥിരീകരിച്ചു. ഡൽഹി നഗരത്തിലെ ജലപ്രതിസന്ധി നേരിടുന്നതിനായി ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത ഇന്ന് ബുരാരിയിലെ നിരങ്കാരി ഗ്രൌണ്ടിൽ നിന്ന് 1000-ലധികം വാട്ടർ ടാങ്കറുകൾ ഫ്ളാഗ് ഓഫ് ചെയ്യും. നഗരത്തിൽ രൂക്ഷമായ ജലക്ഷാമം നേരിടുന്ന പ്രദേശങ്ങളിലും പൈപ്പ് വിതരണം സാധ്യമല്ലാത്ത സ്ഥലങ്ങളിലും ടാങ്കറുകൾ വിന്യസിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രത്യാശയുടെ ഈസ്റ്റർ ആഘോഷിച്ച് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ സമൂഹം ആശംസകൾ നേർന്ന് രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സൗദി അറേബ്യ സന്ദർശനത്തിന് മറ്റന്നാൾ തുടക്കമാകും. പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദ് അക്രമത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട് ഗവർണർ CV ആനന്ദ ബോസ് കേന്ദ്രത്തിന് സമർപ്പിക്കും. കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെന്ന് മുഖ്യമന്ത്രി മമതാ ബാനർജി. കേരള സർക്കാരിന്റെ 4ാം വാർഷികാഘോഷം നാളെ കാസർഗോഡ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ്
റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെയും മുംബൈ ഇന്ത്യൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെയും നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.